ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നു. 4 ഷട്ടറുകൾ 7.5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. KSTP ചീഫ് എഞ്ചിനീയർ സുജാറാണിയെ മാറ്റി. തൃശൂർ കുറ്റിപ്പുറം റോഡ് അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പട്ടാണിക്കാട് വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ആന ഇറങ്ങിയത്. തുടർച്ചയായി ആന ഇറങ്ങുന്നതിൽ ഭീതി പൂണ്ട് പ്രദേശവാസികൾ. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് യുവാവ് മരിച്ചു. വിആർപുരം മാളിയേക്കൽ സ്വദേശി ജീസനാണ് മരിച്ചത്. ഭാര്യയ്ക്ക് പരിക്ക്. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് പാലത്തിൽ വിള്ളൽ. പാലത്തിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുന്നത് പതിവാകുന്നു. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ. വെള്ളാങ്ങല്ലൂർ, പാവറട്ടി, മുള്ളൂർക്കര എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വാർത്തകൾ വിശദമായി. പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അധിക ജലം പുറത്തേക്കൊഴുക്കി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായിട്ടാണ് ഷട്ടറുകൾ തുറന്നത്. 4 ഷട്ടറുകൾ 7.5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. നിലവിലെ ജലനിരപ്പ് 78.25 മീറ്ററാണ്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധിക ജലം ഒഴുക്കുന്നത് മൂലം മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. മണലി, കരുവന്നൂർ പുഴകളിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പീച്ചി ഡാമിലെ ജലനിരപ്പിന്റെ തോത് ഓരോ മണിക്കൂർ ഇടവേളകളിലും ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇറിഗേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പത്താഴക്കുണ്ട് ഡാം നിറഞ്ഞതിനെ തുടർന്ന് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. പരമാവധി ജലസംഭരണ ശേഷി 14 മീറ്ററുള്ള ഡാമിൽ ജലനിരപ്പ് 13 മീറ്ററായി ഉയർന്നതോടെയാണ് ഡാം ഷട്ടറുകൾ തുറന്നത്. ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ചീപ്പുചിറ, മിണാലൂർ, കുറ്റിയങ്കാവ്, പെരിങ്ങോട് ചിറ വഴിപുഴയ്ക്കൽ എത്തിച്ചേരും. വാഴാനി ഡാമിന്റെ 5 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്ന 4 ഷട്ടറുകൾ 3 സെന്റിമീറ്റർ കൂടി ഉയർത്തി. വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. തൃശൂർ കുറ്റിപ്പുറം റോഡ് അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ KSTP ചീഫ് എഞ്ചിനീയറെ മാറ്റി. ചീഫ് എഞ്ചിനീയർ സുജാറാണിയെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആക്കി നിയമിച്ചു. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയർ അൻസാറിനാണ് KSTP ചീഫ് എഞ്ചിനീയറുടെ ചുമതല. KSTP കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SM അഷ്റഫിനെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. റോഡ് അറ്റകുറ്റപ്പണികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലും ടെൻഡർ ചെയ്തതിലും ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. പാറേമക്കാവ് മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണിയിലാണ് വീഴ്ച വരുത്തിയത്. നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ ആദ്യ കരാറുകാരെ നീക്കം ചെയ്തിരുന്നു. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. അകമല പട്ടാണിക്കാട് പ്രദേശത്തെ വനാതിർത്തിയോട് ചേർന്നുള്ള വീട്ടുവളപ്പിലാണ് ആന എത്തിയത്. ഇവിടെ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ഈ പ്രദേശത്ത് സ്ഥിരമായി ആന വരുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ നിരവധി തവണ വനം വകുപ്പിൽ അറിയിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാന ഇഞ്ചി, വാഴ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. തെങ്ങ് ഇലക്ട്രിക് ലൈനിലേക്ക് മറിച്ചിട്ട നിലയിലാണ്. ദേശീയപാതയിൽ ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് യുവാവ് മരിച്ചു. വിആർപുരം പാലസ് ആശുപത്രിക്ക് സമീപം മാളിയേക്കൽ മാളക്കാരൻ വീട്ടിൽ 32 വയസ്സുള്ള ജീസനാണ് മരിച്ചത്. ഭാര്യ നിമിഷയ്ക്ക് നിസാര പരിക്കേറ്റു. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ വിള്ളൽ. കാട്ടാക്കമ്പൽ പഞ്ചായത്തിലെ സ്രായിക്കടവ് പാലത്തിലാണ് വിള്ളൽ. 2005 നിർമ്മിച്ച സ്രായിക്കടവ് പാലത്തിൽ 2 വർഷം മുൻപാണ് വിള്ളൽ രൂപപ്പെട്ടത്. പാലത്തിന്റെ അടിവശത്തെ തൂണുകൾ അകന്നതോടെ റോഡിൽ വിള്ളൽ രൂപപ്പെടുകയായിരുന്നു. ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പാലത്തിലെ വിള്ളലിൽ ചാടുമ്പോൾ നിയന്ത്രണം വിടുന്നത് പതിവാണ്. 3 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച
പെരുന്തുരുത്തിയിലെ പുളിക്കക്കടവ് പാലത്തിൽ വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. പാടത്തിന് കുറുകെ നിർമ്മിച്ച പാലത്തിലും അപ്രോച്ച് റോഡിലും മഴക്കാലത്ത് വെള്ളം കയറി ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് പതിവാണ്. പഴഞ്ഞിയിൽ നിന്ന് ചങ്ങരംകുളം വഴി പൊന്നാനിയിലേക്ക് പോകാവുന്ന എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത്. ഇരു പാലത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ കൊമ്പത്തുംകടവ് ഡിവിഷൻ, പാവറട്ടി പഞ്ചായത്ത് 1-ാം വാർഡ്, മുള്ളൂർക്കര 11-ാം വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രചാരണ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി LDFന്റെ നേതൃത്വത്തിൽ വാർഡുകളിൽ റോഡ് ഷോയും പൊതുയോഗങ്ങളും നടത്തി. കൊമ്പത്തുകടവ്, മുള്ളൂർക്കര, പാവറട്ടി, കാളാനി എന്നിവിടങ്ങളിൽ സുമിത ദിലീപ്, KB ജയദാസ്, ബബിത സുരേഷ് എന്നിവരാണ് LDFനായി മത്സര രംഗത്തുള്ളത്. നസിയ മർസൂഖ്, NS വർഗീസ്, ഷജിനി സന്തോഷ് UDF സ്ഥാനാർത്ഥികളായും ചിന്നു സജീഷ്, K സുരേന്ദ്രൻ, സരിത രാജീവ് എന്നിവർ NDA സ്ഥാനാർത്ഥികളായും മത്സര രംഗത്തുണ്ട്. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഷിരൂരിലേക്ക് പുറപ്പെട്ടു. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെ മുന്നോടിയായാണ് വിദഗ്ധ സംഘം ഷിരൂരിലേക്ക് തിരിച്ചത്. ഡയറക്ടർമാരായ MJ വിവൻസി, VS പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷിരൂരിലേക്ക് എത്തുക. സ്ഥലത്ത് ഡ്രഡ്ജിംഗ് യന്ത്രം അനുയോജ്യമാണോ എന്ന് സംഘം പരിശോധിക്കും. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കറുകപ്പുത്തൂർ അഖിലാണം തെക്കേപ്പുരക്കൽ വീട്ടിൽ സുമേഷ്, വാസുദേവൻ, അറക്കൽ വീട്ടിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് രാവിലെ 11 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്ര കവാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന സംഘം എതിരെ വന്നിരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിലേക്ക് മറിയുകയായിരുന്നു. കാറിടിച്ച് കാനയോട് ചേർന്നുള്ള വീടിന്റെ മതിൽ തകർന്നു. കാനയുടെ കോൺക്രീറ്റ് സ്ലാബിടിച്ച് കാറിന്റെ മുൻവശവും പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ യാത്രക്കാരെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്ത് വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറി. പാത്രമംഗലം പാലത്തിന് സമീപം ഇന്നലെ അർദ്ധരാത്രിയിലാണ് അപകടം. കേച്ചേരി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ മുൻവശം തകർന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പിൽ പറയുന്നു. തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനം വ്യാപകം. നിരോധനം മറികടന്ന് തീരക്കടലിൽ കരവലി എന്ന അനധികൃത മത്സ്യബന്ധനം നടക്കുന്നു. രാത്രി മുതൽ നേരം പുലരും വരെ തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചു പറക്കുന്ന മത്സ്യബന്ധന രീതി മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിരോധിത പെലാജിക് വലകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഒരേ സമയം 2 വള്ളങ്ങളിൽ ഘടിപ്പിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണ് കരവലി. അവർ 9-25 എഞ്ചിൻ വെച്ചും കഴിഞ്ഞ് ഈ ഡബിൾ നെറ്റ് വലിക്കുകയാണ്. അത് ഞങ്ങൾ ഈ ചെറുവഞ്ചിക്കാർ ഈ കരിയത്തുനിന്ന് കിട്ടുന്നതിൻ്റെ ഉള്ളിലാണ്. അത് കുറേ ഉള്ള വലയം കൊണ്ട് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത്. അത് കരമൽ കൂടെ ബസ് ഓടുന്ന വേഗതയിലാണ് ഇവർ വലിക്കണത്. ഒരെണ്ണം 2 എണ്ണമില്ല, 1000കണക്കിന്. ഞങ്ങളും 8-9 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ എന്തെങ്കിലും നീട്ടി ഈ ചെറിയ മീൻ വെച്ച് പൊളിച്ച് വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാനൊന്നും വെറുതെയില്ല. എന്താണ് അരിയത്തൊന്നുമില്ല, ഒരു ചെളി അടക്കം വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ പിന്നെ ബോട്ടുകാരെ നിരോധിക്കേണ്ട കാര്യമില്ല. ബോട്ട് വലിക്കണം, ഒരു ബോട്ട് എല്ലാം വലിക്കണം. ഇത് 2 വഞ്ചി കൂടിയാണ് ഈ വലിക്കണത്. എന്തോരകലത്തിൽ രാത്രികാലങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരക്കടലിൽ എത്തുക പതിവാണ്. ഇവയെ അപ്പാടെ കോരിയെടുക്കുകയാണ് കരവലിക്കാർ ചെയ്യുന്നത്. അനധികൃത മത്സ്യബന്ധനത്തെ ചൊല്ലി കരവലി തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാകാറുമുണ്ട്. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് കരവലി നടത്തുന്നതിലൂടെ ഇവ കൂട്ടത്തോടെ നശിക്കും.
നിശ്ചിത വലിപ്പത്തിൽ കുറവുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ വലയിൽ കൂട്ടത്തോടെ അകപ്പെട്ട് ചത്തുപോകുന്ന കുഞ്ഞു മത്സ്യങ്ങളെ കടലിൽ തന്നെ തള്ളുകയാണ് പതിവ്. കടലിന്റെ അടിത്തട്ട് മൺസൂൺ മാസങ്ങളിൽ നിങ്ങൾ ഇളക്കരുത്. പ്രചരണം നടക്കുന്ന മാസമുണ്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞാലും നമുക്ക് വേനപ്പാലൊന്നും 10 രൂപയുടെ മീൻ കിട്ടാത്ത അവസ്ഥയിൽ വരും. കടല് ഇളക്കി മറിക്കുന്ന സ്ഥിതികളാണ്. ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്കും ജീവിക്കാം. ഞങ്ങളും മക്കളും ഭാര്യയായിട്ടൊക്കെ ജീവിക്കുന്നവരാണ്. ഇവർക്ക് മാത്രം ഇങ്ങനെ ഇവർ വലിച്ച് ഒരു ട്രിപ്പിൽ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കിട്ടിങ്ങാട്ട് ഇവർ കൊണ്ടുപോയി വെക്കണം. ബാക്കി ആരും ഇവർ ശ്രദ്ധിക്കണില്ല. അധികാരികളും ശ്രദ്ധിക്കണില്ല. പോലീസിനോടും പറയണ്ടേ, ഫിഷറി സ്റ്റേഷനോടും പറയണ്ടേ. ഇനി എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും കടലിന്റെ സാഹചര്യം നോക്കി വലയിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത്. അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരക്കടലിൽ കരവലി നടക്കുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത്തരക്കാർക്ക് അധികൃതർ ഒത്താശ ചെയ്യുന്നതായും പരാതിയുണ്ട്. കരവലി നിർബാധം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വള്ളങ്ങളെ കടലിൽ തടയാനുള്ള ആലോചനയിലാണ് പരമ്പരാഗത തൊഴിലാളികൾ. കരവലിക്കെതിരെ കർശന നടപടി ഉണ്ടാകാത്ത പക്ഷം തീരമേഖലയിൽ സംഘർഷത്തിനും സാധ്യതയുണ്ട്. TCV കൊടുങ്ങല്ലൂർ. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും കൈപ്പറമ്പ് പഞ്ചായത്തിലെ റോഡുകൾ ടാർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ യോഗവും ബൈക്ക് റാലിയും നടത്തി. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി റാണി ആന്റോ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, മണ്ഡലം സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് BJP മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ ധർണ BJP സംസ്ഥാന കൌൺസിൽ അംഗം KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയ്കുമാർ, CK സജീവൻ, IA രാഗിൻ, ദേവസിക്കുട്ടി ചങ്കൻ, ഷാജു മറ്റത്തിൽ എന്നിവർ സംസാരിച്ചു. തണ്ണീർത്തടം നികത്തുന്നതിനെതിരെ CPM കുറ്റിലക്കടവ് ബ്രാഞ്ച് കമ്മിറ്റി പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർക്കാർ തണ്ണീർത്തടമായി പ്രഖ്യാപിച്ച പെരിഞ്ഞനം വില്ലേജ് ഓഫീസിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ 6 സെന്റ് സ്ഥലം നികത്തുന്നത് തടയാൻ റവന്യൂ അധികൃതർ നടപടിയെടുത്തില്ലെന്നാരോപിച്ചായിരുന്നു മാർച്ച്. CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA സുധീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി KS സെയ്ദു മുഹമ്മദ് അധ്യക്ഷനായി. CK ഗിരിജ, KS ദിലീപ് കുമാർ, NK അബ്ദുൾ നാസർ, സരിത കണ്ണൻ, PK ശശി, സിനി സുമേഷ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ പൊറവൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. കാലവർഷം കനത്തതോടെ റോഡ് തകരുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തതിനാൽ കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. കരിക്കാട് ചോല പൂങ്കാവനത്തിലേക്കുള്ള പ്രധാന പാത കൂടിയാണിത്. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആസിയ അധ്യക്ഷത വഹിച്ചു. MN സലാഹുദ്ദീൻ, ഷഹീർ മുഹമ്മദ്, സഫിയ ഷംസുദ്ദീൻ, സുമയ്യ കരീം എന്നിവർ പങ്കെടുത്തു. ജില്ലാ പദ്ധതിയായ വന്യമിത്ര പദ്ധതിയും സർക്കാർ പദ്ധതിയും ഏകോപിപ്പിച്ച് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അത്താണിയിൽ നടന്ന കർഷക സംഘം സ്പെഷ്യൽ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മുണ്ടകൻ കൃഷിക്ക് മുൻപായി പന്നികളെ തുരത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MR അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം MM അവറാച്ചൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MS സിദ്ധൻ, E ഉമാലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കാട്ടാക്കാമ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി, പട്ടിത്തടം റോഡുകളിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടിക്ക് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഹീർ കോട്ടോൽ, വൈസ് പ്രസിഡന്റ് MS ശ്രാവൺ, പ്രിൻസ് കാഞ്ഞിരത്തിങ്കൽ, MC പ്രഭു എന്നിവർ നേതൃത്വം നൽകി. ഡിജിറ്റൽ ലാൻഡ് സർവേ 3ാം ഘട്ടത്തിൽ എളവള്ളി വില്ലേജിനെ ഉൾപ്പെടുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. 4 മാസത്തിനുള്ളിൽ 3ാം ഘട്ട സർവേ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
എളവള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കളിമുറ്റം, കളി ഉപകരണങ്ങൾ, ആധുനിക ഇരിപ്പിടങ്ങൾ, റാമ്പ് തുടങ്ങിയവ സ്മാർട്ട് അംഗൻവാടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മുരളി പെരുന്നള്ളി MLA അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴിയിൽ രാധയ്ക്കും മകൾക്കും തലചായ്ക്കാൻ ഇടമൊരുങ്ങി. കൊണ്ടാഴി പഞ്ചായത്തിലെ 7ാം വാർഡിലെ തകരമട വീട്ടിൽ രാധയ്ക്കും മകൾക്കുമാണ് സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം പൂവണിഞ്ഞത്. തൃശൂർ കൂട്ടാല മുളങ്കുഴി വീട്ടിൽ ബിജോയും ഭാര്യ ഉഷസുമാണ് വീടൊരുക്കിയത്. ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് കാരുണ്യ പ്രവർത്തകയ്ക്ക് വഴിയൊരുക്കിയത്. ഭവനത്തിന്റെ താക്കോൽദാനം കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു. പാസ്റ്റർ MR ബാബു അധ്യക്ഷത വഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, വാർഡംഗം ബിജു തടത്തിവിള തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിധവാ ക്ഷേമ സംഘം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുക, പെൻഷന്റെ പേരിൽ പിരിക്കുന്ന ഇന്ധന സെസ് വകമാറ്റി തിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മഹിളാ മോർച്ച സംസ്ഥാന ട്രഷറർ സത്യലക്ഷ്മി ധർണ ഉദ്ഘാടനം ചെയ്തു. വിധവാ ക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജാനകി സുധൻ, TC കുമാരി, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര IT മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CSC ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിന്റെ 15ാമത് വാർഷികാഘോഷം തൃശൂരിൽ നടന്നു. MSME ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CSC വൈസ് പ്രസിഡന്റും സംസ്ഥാന മേധാവിയുമായ സുവിത് വിജയൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷെഫീഖ്, പോസ്റ്റ് ഓഫീസ് തൃശൂർ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 500ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. വഴികാട്ടിയായിരിക്കുന്നുള്ളത് എന്നിരുന്നാലും ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് വിശദീകരിക്കാം. പുതിയ വീഴ്ചമാർക്കും അല്ലെങ്കിൽ 2006 ഗവൺമെന്റ് തിരൂർ അൽഫോൺസ നഗർ കുരിശുപള്ളിയിലെ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻസൺ നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോമോൻ മാങ്ങാട്ടിളിയൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ സഹകാർമ്മികനായി. തെക്കുംകര പഞ്ചായത്ത് 1ാം വാർഡിലെ മങ്കര പ്രദേശ നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 1ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. 1ാം വാർഡ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. കെ ബീരേഷ്, അശ്വിൻ തമ്പി, ബിജോയ് ജോണി, സെബിൻ രാജ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. മങ്കരവിളവിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേസൺ അധ്യക്ഷത വഹിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സമ്മേളനം തൃശൂരിൽ നടന്നു. ഫോറം പ്രസിഡന്റ് അലക്സാണ്ടർ സാം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് A മാധവൻ, ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, ബാലകൃഷ്ണൻ കുന്നമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ N രാജനെ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പൽ രാമകൃഷ്ണൻ അനുമോദിച്ചു. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ കൊക്കർണിപ്പറമ്പിൽ ജീവധനം കാര്യാലയത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ നിർവഹിച്ചു. ബോർഡ് അംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആറ്റത്ര സീനിയർ CLCയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണം നടന്നു. ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി,
സിസ്റ്റർ ലിറ്റി ജോസഫ്, AJ ജേസൺ, സജി ആറ്റത്ര, അലക്സ്, ജോയ് പല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പുതൂർക്കര ഡിവിഷന്റെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ MB ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ മേഫി ഡെൽസൺ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, ഡിവിഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ അടാട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദരണീയം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ബബുൽനാഥ് അധ്യക്ഷത വഹിച്ചു. കാലടി സംസ്കൃതം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ധർമ്മരാജ് അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം റോസൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ വിശ്വദർശനയുടെ 3ാം വാർഷികവും സാഹിത്യകാരന്മാരായിരുന്ന കാറളം ബാലകൃഷ്ണൻ, നാട്ടിക ശിവറാം എന്നിവരുടെ അനുസ്മരണവും നടത്തി. റവന്യൂ മന്ത്രി K. രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിശ്വദർശന പ്രസിഡന്റ് VS ജയനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അവിനാഷ് അരവിന്ദ്, ഡോക്ടർ അനുഷ KS, ഡോക്ടർ സൗമ്യ കൃഷ്ണൻകുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രശസ്ത ഇലത്താള വിദ്വാൻ പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് സ്വീകരണവും വീരശൃംഖല സമർപ്പണവും നടത്തുന്നതിനുള്ള ആലോചനാ യോഗം തോട്ടത്തിൽ മനയിൽ നടന്നു. കാലടി കൃഷ്ണയ്യർ അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി, കൊടകര രമേശ്, തോട്ടത്തിൽ കുട്ടൻ നമ്പൂതിരിപ്പാട്, AK സതീഷ് കുമാർ, കലാമണ്ഡലം കുട്ടി നാരായണൻ എന്നിവർ സംസാരിച്ചു. SSF തൃശൂർ ഡിവിഷൻ കമ്മിറ്റി കോടാലിയിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിൽ വരന്തരപ്പള്ളി സെക്ടർ ജേതാക്കളായി. കാളത്തോട് സെക്ടർ 2ാം സ്ഥാനവും മറ്റത്തൂർ സെക്ടർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാർ പാലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. SSF തൃശൂർ ഡിവിഷൻ പ്രസിഡന്റ് മൊഹസിൻ റബ്ബാനി അധ്യക്ഷത വഹിച്ചു. സാദത്ത് ചെറിയടത്തുപറമ്പിൽ, സുഫിയാൻ മുരിക്കിങ്ങൽ, സാദിഖ് കോടാലി എന്നിവർ സംസാരിച്ചു. വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷൻ ജില്ലാ പ്രവർത്തക യോഗവും ചേംബർ ഓഫ് കൊമേഴ്സ് ബിസിനസ് മീറ്റും തൃശൂരിൽ നടന്നു. ഫൗണ്ടേഷൻ സംസ്ഥാന ട്രഷറർ VU മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TS അജിതൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ശിവദാസൻ, KG ശിവദാസൻ, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. SC/ST ഫെഡറേഷൻ പഞ്ചായത്ത് സമ്മേളനം മുല്ലശ്ശേരിയിൽ ഫെഡറേഷൻ ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി സജൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സജി K. ചേരമൻ, KC സജീവൻ, നിഷ രാജേഷ്, KS സുരേഷ് എന്നിവർ സംസാരിച്ചു. മുള്ളൂർക്കര പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്നലെ സമാപനമായി. പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തിന്റെ സ്ഥാനാർത്ഥികളും ഭാഗമായി. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ, മുൻ MP രമ്യ ഹരിദാസ് എന്നിവരും സന്നിഹിതരായിരുന്നു. LDF അംഗം കുഞ്ഞു മുഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. യുവാക്കളുടെ കൂട്ടായ്മയായ പുല്ലഴി ബ്രിഡ്ജ് ബോയ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കൊളങ്ങാട്ട് ഗോപിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. അനിൽകുമാർ, ശിവപ്രസാദ്, ദിലീപ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ദേശഗുരുതി നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കാളിദാസൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ദേശഗുരുതി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ഡേ PTA പ്രസിഡന്റ് RH ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റ് അസ്മ ഷക്കീർ, പ്രിൻസിപ്പൽ ഇൻചാർജ് EV നൌഷിയ, പ്രധാനാധ്യാപിക VC ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സംസ്ഥാന സ്കൂൾ കായിക താരങ്ങളായ മുഹമ്മദ് അത്തീഫ്, RO ഫാത്തിമ, KS ആര്യനന്ദ,
ഇസഡ് മുഹമ്മദ് സിനാൻ എന്നിവർ ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകി. തട്ടകം ചന്ദ്രാപിന്നി കൂട്ടം UAE ഒരുക്കിയ പെൻഷൻ സംഗമം ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി കണ്ണനാകുളം ട്രോപ്പിക്കൽ എഡ്യു ഹബ് ഹാളിൽ നടന്ന സംഗമത്തിൽ തട്ടകം പ്രസിഡന്റ് നിയാസ് അധ്യക്ഷത വഹിച്ചു. സുഭാഷ് ദാസ്, ഷക്കീർ ബാവു, ജ്ഞാനശേഖരൻ എന്നിവർ സംസാരിച്ചു. ഒരു വിദേശ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന രീതിയിൽ നമുക്കറിയില്ല. നമ്മളങ്ങനെ വെച്ചു. അതിന് പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം ടാഗോർ ലൈബ്രറിയുടെയും നന്മ ക്ലബിന്റെയും സഹകരണത്തോടെ LD ക്ലർക്ക് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. TV കാർത്തികേയൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ആദ്യം മുതലേ തന്നെ താങ്കളുടെ ജോലിയിൽ പ്രവേശിച്ചവരുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യപ്രവർത്തകനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന OS സത്യനെ അനുസ്മരിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ ഡോക്ടർ NR ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ BS ഹരികുമാർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, MD ദിനകരൻ, KS ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. പണ്ട് തമാശയായി ഞങ്ങളൊക്കെ കൂടും. വെൺമനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഒളിമ്പ്യാഡിന് തുടക്കമായി. മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ പ്രതിനിധി MK മുനീർ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗങ്ങളായ P സുധ, K ദ്രൗപതി, PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല തുടങ്ങിയവർ സംസാരിച്ചു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ. വെള്ളി ഗ്രാമിന് 89, പ്ലാറ്റിനം ഗ്രാമിന് 3424 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നു. 4 ഷട്ടറുകൾ 7.5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. KSTP ചീഫ് എഞ്ചിനീയർ സുജാറാണിയെ മാറ്റി. തൃശൂർ കുറ്റിപ്പുറം റോഡ് അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പട്ടാണിക്കാട് വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ആന ഇറങ്ങിയത്. തുടർച്ചയായി ആന ഇറങ്ങുന്നതിൽ ഭീതി പൂണ്ട് പ്രദേശവാസികൾ. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് യുവാവ് മരിച്ചു. ബിആർപുരം മാളിയേക്കൽ സ്വദേശി ജീസണാണ് മരിച്ചത്. ഭാര്യയ്ക്ക് പരിക്ക്. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായ്ക്കടവ് പാലത്തിൽ വിള്ളൽ. പാലത്തിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുന്നത് പതിവാകുന്നു. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ. വെള്ളാങ്കല്ലൂർ, പാവറട്ടി, മുള്ളൂർക്കര എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.